90% സാക്ഷരത നേടിയവരെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും തട്ടിപ്പിന് ഇരയായി പണം നഷ്ടമാകുന്ന ആളുകളുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണ്. എത്രയെത്ര മണി ചെയിൻ കമ്പനികളാണ് കോടികൾ പറ്റിച്ചുകൊണ്ട് മുങ്ങിപ്പോയത്. അതേപോലെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എന്ന പേരിലും ആയിരങ്ങളാണ് വഞ്ചിക്കപ്പെട്ടത്. ആട്, തേക്ക്, മാഞ്ചിയം മുതലായ പഴയ തട്ടിപ്പുകളൊക്കെ ഒന്ന് കുറഞ്ഞു വന്നപ്പോൾ ചന്ദനം വളർത്തി കോടീശ്വരനാക്കാം എന്ന വാഗ്ദാനവുമായി ചിലർ രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെയുള്ള തട്ടിപ്പിൽ അകപ്പെട്ട് പണം നഷ്ടമാകുന്നവർ പലപ്പോഴും അത് പുറത്തു പറയാറില്ല. അതിന്റെ പേരിൽ അവർ കേസിനൊന്നും പോകാറില്ല. കാരണം അവർ സ്വമേധയാ ഈ തട്ടിപ്പിലേക്ക് എടുത്തു ചാടിയ ആളുകളാണ്. തങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലാകുമ്പോഴും അവർ ചിന്തിക്കുന്നത് കൂടുതൽ ആളുകൾ ഇനിയും ഇതിലേക്ക് ചേർത്ത് ആ നഷ്ടം നികത്താം എന്നാണ്. ഒടുവിൽ ഈ ആളെ ചേർക്കൽ ചങ്ങല പൊട്ടുമ്പോൾ ആ കമ്പനിയും അതോടെ ഇല്ലാതാവുകയാണ്. ഇതല്ലാതെ അനേകം സൈബർ തട്ടിപ്പുകളിൽ കൂടിയും മലയാളികൾക്ക് ഒട്ടേറെ കോടികൾ നഷ്ടമാകുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ ജനങ്ങൾക്ക് നഷ്ടമായത് 800 കോടിയിലധികം രൂപയാണ്. 2025 ജൂൺ മുതൽ ഈ വർഷം മെയ് മാസം വരെയുള്ള കാലയളവിലെ കണക്കുകളാണ് കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ പുറത്തുവിട്ടത്. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നൂതന മാർഗങ്ങളിലൂടെയാണ് ഈ തട്ടിപ്പുകാർ പണം അപഹരിക്കുന്നത്. ഡിജിറ്റൽ അറസ്റ്റ്, തൊഴിൽ വാഗ്ദാനം, ഓൺലൈൻ ട്രേഡിംഗ്, ഡീപ് ഫേക്ക്, ലോൺ ആപ്പുകൾ, വ്യാജ സമ്മാന വാഗ്ദാനം തുടങ്ങി നിരവധി മാർഗങ്ങളിലൂടെയാണ് സംസ്ഥാനത്ത് പണം തട്ടിപ്പ് നടക്കുന്നത്. വ്യാജ പരസ്യങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പേർ വഞ്ചിക്കപ്പെട്ടത്. ഏതാണ്ട് 4000 പേരാണ് ഇത്തരം പരസ്യങ്ങളിൽ പോയി കുടുങ്ങിയത്. വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങളിൽപ്പെട്ട് 3000-ലധികം ആളുകൾക്കും വായ്പാ വാഗ്ദാനങ്ങളിൽപ്പെട്ട് 2000-ലേറെ ആളുകൾക്കും പണം നഷ്ടമായിട്ടുണ്ട്. ഓൺലൈൻ വ്യാപാരത്തിലൂടെ 1000-ൽ കൂടുതൽ പേർ ഈ തട്ടിപ്പിനിരയായപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലൂടെ 49 പേരും വ്യാജ പരസ്യ വാഗ്ദാനങ്ങളിലൂടെ 350 പേരും ഇവരുടെ കെണിയിൽപ്പെട്ടു. ഈ കാലയളവിലെ സൈബർ തട്ടിപ്പ് നോക്കിയാൽ ജില്ലകളിലെ കണക്കുകൾ പ്രകാരം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ 6862 കേസുകളിലായി 182 കോടി രൂപയോളം നഷ്ടമായി. ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് വയനാട് ജില്ലയിലാണ്. അവിടെ 1114 കേസുകൾ മാത്രമാണുള്ളത്. സാമ്പത്തിക നഷ്ടം ഏറ്റവും കുറവുള്ളത് ഇടുക്കി ജില്ലയിലാണ്. 11 കോടി രൂപയാണ് ഇടുക്കിയിൽ ഉള്ളവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറമൊക്കെ എറണാകുളത്തിന്റെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമായ 800 കോടി രൂപയിൽ കൃത്യമായ ഇടപെടലിലൂടെ 185 കോടി രൂപ മരവിപ്പിക്കാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. 118 കോടി രൂപ നഷ്ടമായ എറണാകുളം നഗരപരിധിയിൽ 25 കോടി രൂപയാണ് മരവിപ്പിച്ചിട്ടുള്ളത്. തട്ടിപ്പുകൾ തടയാൻ കേരള പോലീസ് കർശന നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട്. തട്ടിപ്പ് പണം കൈമാറാൻ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് ഇതിനോടകം ഫ്രീസ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. സൈബർ തട്ടിപ്പിന് ഇരയായാൽ ആദ്യത്തെ ഗോൾഡൻ അവറിനുള്ളിൽ തന്നെ വിവരം അറിയിച്ചാൽ നഷ്ടപ്പെട്ട നിങ്ങളുടെ പണം തിരിച്ചുപിടിക്കാൻ സാധിച്ചേക്കുമെന്നാണ് പോലീസ് പറയുന്നത്. 1915 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. പൊതുജനങ്ങൾ ഇത്തരം തട്ടിപ്പുകാരുടെ വലയിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ 1930 എന്ന ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറും ഉപയോഗിക്കാവുന്നതാണ്.